കോഴിക്കോട് പട്ടാളപ്പള്ളി സുന്നികൾ നിർമ്മിച്ച പള്ളിയാണ്. അതിൻ്റെ അപ്പുറത്ത് മൊഹീദ്ദീൻ പള്ളി ബഹുമാനപ്പെട്ട ഗൗസുൽ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ തന്നെ ഉണ്ടാക്കിയ പള്ളിയാണ്. സുന്നികളല്ലാതെ ഗൗസുൽ പേരിൽ പള്ളി ഉണ്ടാക്കില്ലല്ലോ. എന്നാൽ ഈ പള്ളികളെല്ലാം ബിദ്അത്തുകാർ കൈവശപ്പെടുത്തി അവരുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്തു. അതിനെല്ലാം ചില രാഷ്ട്രീയക്കാർ സഹായിച്ചു കൊടുത്തു. ഷാദുലി പള്ളി എന്നൊരു പള്ളിയുണ്ട് കോഴിക്കോട്, ഷെയ്ഖിൻ്റെ പള്ളിൻ്റെ തൊട്ടടുത്ത്. ആ പള്ളി തർക്കമുണ്ടായപ്പോൾ ഒരു ദിവസം മുജാഹിദ് വിഭാഗം അതിക്രമമായി പള്ളി കയറുകയും അതിനെ സുന്നികൾ തടയുകയും ചെയ്തപ്പോൾ പോലീസുകാർ അടിച്ചു തള്ളിയിട്ട് സുന്നികളെ പരാജയപ്പെടുത്തി മുജാഹിദുകൾക്ക് സ്ഥാനം കൊടുത്തു. അതും രാഷ്ട്രീയക്കാർ സഹായിച്ചു കൊടുത്തതാണ്. അങ്ങനെ അന്ന് സുന്നികളായ 80 പേരിൽ കേസെടുത്ത്. ഈ കേസ് കാരണം 80 ആൾക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. പോലീസ് പിടിച്ചറസ്റ്റ് ചെയ്യുന്നു. ഓരോ ദിവസവും 3, 4, 5 ആളുകളെ അവർക്ക് കിട്ടുന്നവരെ അവർ പിടിച്ചറസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഞാനും UK അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് പറയുന്ന ആളും തിരുവനന്തപുരത്ത് പോയി. ഒരു MLA ഉണ്ടായിരുന്നു, തിരുവൂർക്കാരൻ. അയാളെ കണ്ട് ഇങ്ങനെ വിഷയമുണ്ട്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന്. അപ്പോൾ അയാൾ ഉടനെ ദേഷ്യപ്പെട്ട് ചീത്ത പറഞ്ഞ്, നിങ്ങൾ ഇങ്ങോട്ട് വരണോ, അതൊക്കെ പാണക്കാട്ട് പോയിട്ട് തീരുമാനിച്ചോളായിരുന്നു നിൽക്കുന്നത് ചോദിച്ച് ദേഷ്യപ്പെട്ട് സുന്നികൾക്ക് പള്ളി കയറാൻ നിർവാഹമില്ലാതെയായി. ഇപ്പോഴും അവിടെ അങ്ങനെയാണ്. മുജാഹിദുകൾ പള്ളിയിൽ നിസ്കരിക്കുന്നു. അതിന് മുമ്പിലാണ് ഷാദുലി ഷെയ്ഖിൻ്റെ മക്കാമ് ഉള്ളത്. ആ മക്കാമ് നമ്മൾ ആലിക്കോയ ഹാജിയും മറ്റും പരിപാലിച്ച് വരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടെ വഹാബികളുടെ എല്ലാ കാര്യങ്ങളും നടത്താൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സഹായിച്ചു കൊടുത്തതാണ്. അപ്പം അങ്ങനെ ചുരുക്കത്തിൽ സുന്നികൾക്ക് നിസ്കരിക്കാൻ പോലും സൗകര്യം അവരെ തരൂല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരൊറ്റ ആളെയും അവർ വിടൂല. തങ്ങളായാലും ശരി, ആലിമായാലും ശരി, അവർ കളിയാക്കും. അവരാക്രമിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ആക്രമിക്കുകയും ചെയ്യും. അങ്ങനത്തെ കൂട്ടരാണ്. എൻ്റെ നാട്ടിൽ പൂനൂരങ്ങാടിയിലെ ഒരു പള്ളി കട്ടുകൊണ്ടുപോയിട്ട് അവർ ചിലവാക്കിയ പള്ളി ഉണ്ടാക്കുന്ന കാലത്ത് അവർ ചിലവാക്കിയ കാശ് 1,00,000 മേലെ ഉറുപ്പിക പിരിവെടുത്ത് അവയർത്ത് തങ്ങളും ഞാനും കൂടി അവർക്ക് കൊടുത്തിട്ട് കൊണ്ടതാണ് പൂനൂരങ്ങാടിയിലെ പള്ളി. ഇപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയത്തിൽ അവിടെ നടക്കുന്നുണ്ട്. പുത്തൻ പ്രസ്ഥാനക്കാർ നമ്മളെ പള്ളികൾ കട്ടുകൊണ്ടുപോയി ഭരണഘടന കള്ളത്തരത്തിൽ രജിസ്റ്റർ ചെയ്തു, ആരാധനകൾ മുടക്കി. ഇതെല്ലാം ഉണ്ടായതാണ്. ഇപ്പോൾ സുന്നികൾ അങ്ങനെ ഉറങ്ങുന്ന പ്രശ്നമില്ല. എല്ലാവരും ഉണർന്ന് തന്നെ പ്രവർത്തിക്കണം.